عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في القسم الثانية من دروس اللغة العربية لغير الناطقين بها الدورة الثالثة. ഖുർആൻ പഠനത്തിലുള്ള പൊഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ മൂന്നാം സെമസ്റ്റർ രണ്ടാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. വേദിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മളവിടെ നിർത്തിയത് في 180 صفحة 181. رقم حافظ. يجب أن لا تترك الأدوية في متناول أيدي الأطفال. صح؟ അവിടെ നിർത്തിയത് 80 رقم حافظ أكمل ഉത്തേജിച്ചു. പേജ് 180 180 181 رقم എടുക്കണം. تمديد رقم سادس ما ينبغي تناول 80 رقم سادس. تمرين رقم 6. تمرين رقم 6 أو التمرين السادس. تمرين رقم എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയണം, അല്ലെങ്കിൽ التمرين السادس എന്ന് പറയണം. صح. تمرين رقم exercise number എന്ന് പറഞ്ഞാൽ exercise number 6. exercise അല്ലെങ്കിൽ 6th exercise എന്ന് പറയാം. അപ്പോൾ ഒന്നുകിൽ تمرين رقم 6 അല്ലെങ്കിൽ التمرين السادس. يجوز حذف إحدى التائين من تتفاعل كما في الأمثلة الآتية. നമ്മൾ മുമ്പ് പറഞ്ഞാണ് തനസ്സലു എന്നൊക്കെ പറയുന്ന പോലെ, തനസ്സൽ മലായിക്കത്ത് എന്ന് പറഞ്ഞ പോലെ തഫാഅല ഗ്രൂപ്പിലെ, നമ്മൾ അന്ന് പറഞ്ഞത് തദക്കറ ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? തബാറക ഗ്രൂപ്പ്. തബാറക ഗ്രൂപ്പിലെ യജൂസു ഹദ്ഫ് ഒഴിവാക്കൽ ഇഹ്ദ താഇനി രണ്ട് തായിൽ ഒന്ന് മിൻ തതഫാഅലു. അപ്പോ തബാറക യതബാറകു. യതബാറകു എന്ന് പറയുമ്പോൾ ഒരു തായേ ഉള്ളൂ. തതബാറകു എന്ന് പറയുമ്പോൾ രണ്ട് തായുണ്ട്. തതബാറകു തതബാറകൂന. അപ്പം അങ്ങനെ രണ്ട് താ വരുന്ന സ്ഥലത്ത്, തബാറക ഗ്രൂപ്പിലെയും തദക്കറ ഗ്രൂപ്പിലെയും രണ്ട് താ വരുന്ന സ്ഥലത്ത് കമാ ഫിൽ അംസിലത്തിലാത്തിയ same as in the following exercises. വലാ തനാബസു. അപ്പൊ ഇതിന് ശരിക്കും അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെ ഒരു താ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണം. കാരണം എന്നാലേ ഈ ഫിഅല് തനാബസയാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഫിഅല് തബാറക്കയാണെന്ന് അറിയണ്ടേ? തനാബസയാണെന്ന് അറിയണമെങ്കിൽ അപ്പൊ എന്ത് വരും? ലാ തതബാറക് ലാ തതബാറകൂ എന്ന് പറയണം. അപ്പോഴാണ് ലാ തതനാബസൂ എന്നാണ് അതിന്റെ ഒറിജിനൽ. ഹുജറാത്ത് 11 ഹുജറാത്ത് 11 തനാബസൂ അസ്ലുഹു തതനാബസൂ എന്ന്. വലാ തതനാബസൂ എന്നാണ് ക്രിയയുടെ രൂപം ഉള്ളത്. അപ്പോൾ രണ്ട് താ ഒരുമിച്ച് വന്നാൽ ഒരു താ ഒഴിവാക്കപ്പെടുമെന്നത് ഭാഷയിലെ നിയമമാണ്, ഖുർആനിൽ മാത്രമുള്ളതല്ല.
കവികളും സാഹിത്യകാരന്മാരും ഒക്കെ അന്ന് അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്. അതേ ശൈലിയാണ് ഖുർആനും പല സ്ഥലങ്ങളിലും ആ താ ഒഴിവാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് യജൂസു ഈസ് അലൗഡ്, അനുവദനീയമാണ്, ജായിസാവും, ലൈസ വാജിബിൻ നിർബന്ധമല്ല. അപ്പൊ അതേപോലെയാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞത്. അപ്പൊ തആവന എന്ന് പറഞ്ഞത് എന്താണ്? തആവനയാണ് അതിന്റെ ഫെയിലുമാകും, തആവന. അപ്പോ അതിന്റെ കൽപ്പന വരുമ്പോ എന്തായി? തദക്കർ തദക്കറു അല്ലെ, തബാറക തബാറകു ലാ തആവനു. അപ്പോ തആവനു എന്ന് പറഞ്ഞിടത്ത് ഒരു തായുള്ളൂ ഒറിജിനലി അല്ലേ, തബാറക്. അതേസമയം നഹി വരുമ്പോഴോ ലാ തആവൻ എന്നല്ല വരിക, ലാ തതആവൻ എന്നാണ് വരിക അല്ലേ. തബാറക്കയുടെ കൽപ്പന തബാറക്, അതിലൊരു തായുണ്ട്. വിരോധക്രിയ വരുമ്പോൾ ലാ തതബാറക് എന്നാണ് വരുന്നത്. അപ്പൊ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തതആവനു എന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശരിക്കും അതിന്റെ മീനിങ് നമ്മൾ ആയത്തിങ്ങനെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ശരിക്കും അതിന്റെ അടിസ്ഥാനപരമായ മീനിങ് മനസ്സിലാവാൻ എന്ത് വേണം? തബാറക ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് അറിയണം. അങ്ങനെയാണ് അതിൽ ഒരു താ പോയതാണോ എന്നറിയണം. എന്നാലേ ശരിക്കും അതിന്റെ മീനിങ് മനസ്സിലാവുള്ളൂ. അപ്പോ തബാറക ഗ്രൂപ്പിൽപ്പെട്ടതാണ്. തബാറക ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ അർത്ഥത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും? തബാറക ഗ്രൂപ്പിന്റെ അർത്ഥത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും? ഒന്ന്, പരസ്പര സഹകരണം. രണ്ട്, നാട്യം. തനാവമ, തമാറള. തമാറള എന്ന് പറഞ്ഞപ്പോ രോഗം നടിക്കുകയാണ്. തആമ എന്ന് പറഞ്ഞപ്പോ എന്താണ്? അന്ധത നടിച്ചു. അപ്പൊ ഇവിടെ തആവനിൽ എന്ത് വരണം? പരസ്പര സഹകരണം അല്ലേ. അപ്പോ ഔനെന്ന് പറഞ്ഞാൽ സഹായം എന്നാണ്. അതിനാണ് ഇസ്തആന വന്നത്, സഹായം തേടി. തആവന എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിച്ചു. തആവന. അപ്പൊ വലാ തതആവനു എന്നാണ് അടിസ്ഥാനപരമായും ഉള്ളത്. അതിനെയാണ് താ ഒഴിവാക്കിയിട്ട് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അപ്പൊ എന്താ അർത്ഥം? വതആവനു അലൽ ബിർരി വത്തഖ്വ. അൽമായിദയിലുള്ളവർക്ക് പഠിച്ചു കാണും. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ദൈവഭക്തിയിലും പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കുക. അൽമായിദ ആയ സാനിയ. വലാ തആവനു അസ്ലുഹു വലാ തതആവനു. അപ്പോ കൽപ്പനക്രിയയില് ഒരു തായേ ഉള്ളൂ. അതുകൊണ്ട് തആവനു എന്ന് തന്നെയാണ് വരേണ്ടത്. വിരോധക്രിയ വരുമ്പോ ലാ തതബാറക് പോലെ ലാ തതആവനു എന്നാണ് വരേണ്ടത്. അതിലൊരു തായാണ്. അസ്സാലിസ് വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. അപ്പൊ അറഫ അറിഞ്ഞു, അറഫ അറിഞ്ഞു. തആറഫ എന്താർത്ഥം? പരസ്പരം അറിഞ്ഞു, പരസ്പരം അറിഞ്ഞു. അപ്പോ ലി തആറഫു എന്നത് എന്താണ് യഥാർത്ഥത്തില്? തതആറഫു എന്നാണ്. ലി തതആറഫു. കാരണം ഫിഅ്ൽ മുളാരി ആവുമ്പോ രണ്ടെണ്ണം വരണം. ഫിഅ്ൽ മുളാരിയിലാണ് ലാമ്, എന്ത് ലാമാണ്? ലാമു തഅലീൽ വന്നത്, കാരണം പറയുന്ന ലാമ് വന്നത്. അപ്പൊ അത് വന്നതുകൊണ്ട് എന്ത് ചെയ്തു? നൂന് കളഞ്ഞിട്ട്
നസ്ബിൽ ലിതആറഫു ലിതതആറഫു എന്നാണ് അതിന്റെ അടിസ്ഥാനം ബേസിക്കലി ഉള്ളത്. അപ്പൊ ജഅൽനാകും ശുഊബൻ, ശുഊബ് എന്താണ്? ശുഊബ് Tribe. കക്ഷികൾ. ശുഊബ് ശുഅബത്തുൻ ജംഉ ശുഊബ്. ശുഅബത്തുൻ ശുഅബത്തുൻ ജംഉ ശുഊബ് കക്ഷികൾ. ഖബീലത്തുൻ ജംഉ ഖബായിലു, ഖബീലത്തുൻ ഗോത്രം ജംഉ ഖബായിലു, ഖബായിലു. ഓക്കെ, ഖബീലത്ത് ഗോത്രം. അപ്പൊ നിങ്ങളെ കക്ഷികളും ഗോത്രങ്ങളും ആക്കി മാറ്റിയിരിക്കുന്ന എന്തിനാണ്? നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടി. السابع التمرين السابع exercise number 7. ലൈറ്റന ജിത്തഹദിന എന്ന ലൈറ്റയുടെ പ്രയോഗം നമ്മൾ അണ്ടർസ്റ്റാൻഡ് വേണ്ടി പഠിച്ചിട്ടുണ്ട്. ലൈറ്റ മിൻ അഖവാതി ഇന്ന, ലൈറ്റത് എന്നത് അഖവാതി ഇന്ന, ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതാണ്. ഇന്ന വ അന്ന വ കഅന്ന വലാകിന്ന വലൈത വലഅല്ല. തുഫീദു തമന്നി, അതെയും അത്തമന്നി അഭിലാഷം, അഭിലാഷത്തെ ആണത് തുഫീദു എന്ന് പറഞ്ഞാൽ നൽകുന്നത്, അല്ലെങ്കിൽ പ്രയോജനം നൽകുന്നത്. അഫാദ യുഫീദു ഫായിദത്തിൽ, ഫായിദ ഇല്ലെന്ന് പറയില്ലേ, മാഫി ഫായിദ എന്നത് നോ ബെനിഫിറ്റ്. അതെന്തിന് റിസൾട്ട് തരും, എന്ത് പ്രയോജനം ചെയ്യും? തുഫീദ് തമന്നി, അഭിലാഷത്തെയാണ് അത് നൽകുക, അത് അർത്ഥം നൽകുന്നത് അഭിലാഷം. വഹുവ ത്വലബു മാ ലാ തമഅ ഫീഹി, വഹുവ ത്വലബ് അതെന്താണ്? അതൊരു റിക്വസ്റ്റ് ആണ്, ത്വലബാണ്. മാ ലാ തമഅ ഫീഹി, യഥാർത്ഥത്തിൽ അതിൽ എന്തില്ല? തമഅ ആഗ്രഹിച്ചു, തമഅ പഠിച്ചുണ്ടോ നമ്മള്? തമഅ അൽ ബഖറ പഠിച്ചിട്ടുണ്ട്. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും. تطمئن القلوب. القلوب. അത് ഇത്മഅന്ന. ഇത് ത്വമഅ ഐന്, 3 അക്ഷരം നോക്കണം ഏതൊക്കെയാണ്. അവിടെ ഇത്മഅന്നയില് 3 അക്ഷരം ഏതാ? ത്വാ മീമിൻ നൂനുമാണ്. ത്വമഅ ഫീഹി ഔ മാ ഫീഹി ഉസ്റുൻ, അല്ലെങ്കിൽ എന്താണ്? വഹുവ ത്വലബു മാ, അതൊന്നിനെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ലാ തമഅ ഫീഹി, അതിലെന്തില്ല? അതിലെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. ഔ മാ, അല്ലെങ്കിൽ ഒന്ന്, ഫീഹി ഉസ്റുൻ, അതിലെന്താണ്? പ്രയാസമുണ്ട്. അതായത് ഒന്നുകിൽ ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ വിദൂര സാധ്യതയാണ്. ഒന്നുകിൽ സാധ്യതയില്ല, അല്ലെങ്കിൽ വിദൂര സാധ്യതയാണ്. ഇതാണ് ഉദാഹരണം. ലൈത ശബാബ യഊദു. ലൈത്ത വന്നാൽ എന്ത് ചെയ്യണം? ഇന്ന വന്നതുപോലെ
ഫസ്റ്റ് പാർട്ടിന് നസ്ബിയാണ്. ലൈത ശബാബ യഊദു എന്ന് പറഞ്ഞാൽ ഷബാബ് മടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യുവാവ് മടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ യുവാവ് മടങ്ങിയില്ല എന്നർത്ഥം. ലാ തമഅ എന്ന് പറഞ്ഞാൽ സാധ്യതയില്ല. ലൈത ഷബാബ് യഊദു ലൈത ഉമ്മി ലം തലിദിനി. അപ്പം കൃത്യമായിട്ട് മനസ്സിലാവും. ലൈത ഉമ്മി ലം തലിദിനി. ലം തലിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുട്ടികള് ലം യലിദിന്റെ അർത്ഥം എന്താ? ലം യലിദ് കുട്ടി അവൻ ജന്മം നൽകി, അവൻ ജനിപ്പിച്ചെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല. അപ്പം ലം തലിദ് അവൾ ജനിപ്പിച്ചല്ലേ. അവൾ ജനിപ്പിച്ചിട്ടില്ല. അപ്പൊ ലം തലിദിനി അവൾ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈതനി കുന്തു തുറാബ. യാ ലൈതനിയാണ്. ലൈറ്റയുടെ കൂടെ യാ ചേർന്ന് വരും, ഇല്ലാതെയും വരും. ലൈത ഉമ്മി ലം തലിദിനി. അപ്പൊ ലൈതനി ത്വാഇറുൻ അതീറു ഫിൽ ജവ്വി. ഇത് ഈ പറഞ്ഞ മുഴുവൻ എന്താ? ഇത് ആദ്യം പറഞ്ഞ രണ്ട് എന്താണ്? സാധ്യത ഇല്ലാത്തതാണ്. മൂന്നാമത് പറയുന്നത് ലൈതനി ത്വാഇറുൻ അതീറു ഫിൽ ജവ്വി. അതുപോലെ തന്നെ ലൈതനി ത്വാഇറുൻ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ഇവിടെ നെസ്ബ എവിടെ? ലൈത ഷബാബ. ലൈത ഉമ്മിയില് നെസ്ബ എവിടെ? യാ മുത്തകല്ലിം വന്നത് കൊണ്ട് മാറിയതാണ്. യാ മുത്തകല്ലിം വന്നതുകൊണ്ട് ഉമ്മയുടെ നെസ്ബ് മാറിയിട്ട് യാ മുത്തകല്ലിമിന് അനുയോജ്യമായ അടയാളം കൊടുത്തതാണ്. അതേസമയം ഇവിടെയാണെങ്കിലോ ലൈതനി ത്വാഇറുൻ, യാ മുത്തകല്ലിമാണ് അവിടെ എന്ത്? മഫ്ഊൽ ബിഹി അല്ല, ഇസ്മ. ലൈറ്റയുടെ ഇസ്മ എന്നാ പറയാ. ഇന്നയുടെ ഇസ്മും ഇന്നയുടെ ഖബറും എന്നല്ലേ പറയാ. അപ്പൊ ഇവിടെ ലൈത്ത ആദ്യം പറഞ്ഞെടുത്ത് ഒന്നാമത്തെ ലൈത്ത ഷബാബ്, ഷബാബാണ് ലൈറ്റയുടെ ഇസ്മ, അതിന് നെസ്ബ് കൊടുത്തു. ലൈത്ത ഉമ്മി വന്നപ്പോ അവിടെ നെസ്ബ് ഉണ്ട്, പക്ഷെ വെളിവാകുന്നില്ല, കാരണം യാ മുത്തകല്ലിം. ഇവിടെ ലൈറ്റനിയില് ലൈതനി ത്വാഇറില് ഏതാണ് ലൈറ്റയുടെ ഇസ്ം? വിക്കായത്തൊന്നുമില്ല. യാ ഉൽ മുത്തകല്ലിം. നൂന് വിക്കായത്തിന് ഒരു സ്ഥാനമില്ല. ഇവിടെ വിക്കായത്ത് അവിടെ അതിന് ലൈറ്റയുടെ അടയാളം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അവിടെ നിർത്തുക. ലൈറ്റയ്ക്ക് ശേഷം യാ വന്ന ലൈറ്റി എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഉമ്മ് നാമമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നാമമാണെങ്കിൽ യാന് അനുയോജ്യമായിട്ട് അടയാളം അവിടെ കൊടുക്കാൻ പറ്റും. നാമം മാറുന്നോണ്ട്, നാമത്തിന്റെ അവസാനം മാറുന്നോണ്ട് കുഴപ്പം. അതേസമയം അതല്ലാത്തിടത്താണ് എന്ത് ചെയ്യുന്നത്? നൂന് വിക്കായത്ത് വേണ്ടിയിരുന്നത്. അത് അതിന്റെ അവസാനത്തെ അടയാളം, നൂന് വിക്കായത്തിന് മുമ്പുള്ള പദത്തിന്റെ അന്ത്യത്തിലെ അടയാളം സേഫായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സേഫ്റ്റി നൂന് വരുന്നത്. ലൈറ്റയുടെ ഇസ്മ ഏതാണ്? യാ ഉൽ മുത്തകല്ലിമാണ്. യാ മുത്തകല്ലിമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലമീറാണ്. അതുകൊണ്ട് അതിലെ അടയാളങ്ങളൊന്നും വെളിവാകുന്നതല്ല, അല്ലെങ്കിൽ അടയാളങ്ങൾ മാറുന്നതല്ല. അപ്പോ യാ ഉൽ മുത്തകല്ലിം ലൈതനി ത്വാഇറുൻ. ഞാൻ ആരായിരുന്നെങ്കിൽ നന്നായിരുന്നു? ത്വാഇർ, അതീറു ഫിൽ ജവ്വി. അപ്പൊ ഇവിടെ ത്വലബാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത് ഒരു ത്വലബാണ്. ആ ത്വലബിന്റെ റിസൾട്ടാണ് അതീറു ഫിൽ ജവ്വി. ഞാനതായിരുന്നെങ്കിൽ അതീറു ഫിൽ ജവ്വി. ഞാൻ ജവ് എന്താണ്? അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ എനിക്ക് പറക്കാമായിരുന്നു.
പൈലറ്റിന് എന്താ പറയാ? പൈലറ്റ് എന്താ പറയാ? പൈലറ്റിന് സവാഖ് സവാഖ് തായിറത്തിനാണോ? അത് തായിറത്തിനാണോ? തായിറത്ത് എന്താ? തായിറത്ത് ഫ്ലൈറ്റ് അല്ലേ? പ്ലെയിനാണ്. ഫ്ലൈറ്റ്. സയ്യാറ സയ്യാറ പൈലറ്റ് പറയുന്ന തയ്യാർ എന്നാണ്. തയ്യാർ ഓക്കെ. തയ്യാർ. തയ്യാർ താറ പറന്ന് തയ്യാർ പറപ്പിക്കുന്നയാള്. കേട്ടോ? അപ്പൊ തായിർ പറക്കുന്ന ജീവി. അല്ല തായിറും യതീർ ബിജനാഹൈഹി. തായിറത്തുൻ ഫ്ലൈറ്റ്. തയ്യാറ് താറ പറന്നു. തയ്യാറാണ് പറപ്പിക്കുന്നത്. അപ്പൊ ലൈറ്റനി തായിറുൻ അതീർ ഫിൽ ജവ്വി. അപ്പൊ അതിന്റെ റിസൾട്ടാണ് എന്ത്? അതീർ ഫിൽ ജവ്വി. എനിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് അന്തരീക്ഷത്തിൽ പറക്കാമായിരുന്നു. ലൈറ്റലി മല്യൂന ദോലാരി. മല്യൂൺ എന്താ? മല്യൂൺ മില്യൺ. മില്യൺ ഡോളർ ഉണ്ടായിരുന്നെങ്കിൽ, $1 മില്യൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നു. അപ്പൊ ഇവിടെ ലൈറ്റനിയില് യാൽ മുത്തകല്ലിമാണ്. രണ്ടാമത്തേത് ലൈറ്റ ലീ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ലൈറ്റയുടെ ലൈറ്റയുടെ ഇസ്മായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു ഫ്രൈസാണ്. ലീ മില്യോണ ഡോളാറിൻ എന്ന ഫ്രൈസാണ് അതിന്റെ ഇസ്മായിട്ട് വന്നിരിക്കുന്നത്. الخامس سيقول الكافر يوم القيامة يا ليتني كنت ترابا. ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ യാ ലൈറ്റനി. അപ്പൊ അവിടെ യാ കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മള് ലൈറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. أدخل ليت على الجمل الآتية. حامد حي. ليت ഒന്നാം തീയും ലൈറ്റ് ഹാമിദൻ. പിന്നെ ഹയ്യൻ. ഹയ്യൻ എന്താ നസ്ബ് വരാൻ കാര്യം? ഹാമിദിന്റെ സിഫത്ത്. ഹാമിദിന്റെ സിഫത്തൊന്നുമല്ല ഹയ്യ്. ഹാല്. ഹാമിദിന്റെ സിഫത്താകണമെങ്കിൽ എന്ത് വേണം? ഹാമിദുൻ ഹയ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമർ പഠിച്ചു കാണിക്കുകയാണെങ്കിൽ ഹാമിദ് എന്താണ്? ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്? ഹാമിദ് ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? ഡെഫിനിറ്റ് ആണ്. അപ്പൊ ഹയ്യൻ എങ്ങനെയാ അതിന്റെ സിഫത്താകുന്നത്? ഹയ്യ് ഇൻഡെഫിനിറ്റ് അല്ലേ? ഇവിടെ എന്താണ്? ഹാമിദിൻ ഹയ്യൻ എന്ന് പറഞ്ഞാൽ ജുംലയാണ്. മുബത്തദ. ഹാമിദ് മുബത്തദയാണ്. ഹയ്യൻ ഖബറാണ്. കേട്ടോ? അപ്പോ ലൈത്ത വന്നാൽ ലൈത്ത ഒരു നാമവാക്യത്തിലാണ് വരിക. ഇന്നയും സഹോദരിമാരും നാമവാക്യത്തിലാണ് വരിക. അപ്പോ നാമവാക്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇസ്മ എന്നാണ് പിന്നെ പറയുക. പിന്നെ മുബത്തദ ഖബർ എന്നല്ല പറയാ. പിന്നെ പറയാ ലൈത്തയുടെ ഇസ്മാണ് ഹാമിദ്. ഹയ്യ് അതിന്റെ ഖബറാണ്. ഹയ്യിന് മാറ്റമൊന്നുമില്ല. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ലൈത്ത ശബാബ യഊദ്. ഇവിടെ ആ രീതിയിലല്ല ഒന്നല്ലേ. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒന്നെന്താണ്? യാ ലൈത്ത ശബാബ.
ഷബാബിന് ശേഷം എന്താ വന്നത്? ഷബാബിന്റെ ഖബർ ഖബർ യഊദു എന്നാ വന്നത്. അതെന്താണ്? റഫ് ചെയ്തെന്ന് റഫർ ചെയ്തോ? ക്രിയ ക്രിയ അതൊരു ക്രിയയാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു ജുംലയാണ്. യഊദു എന്ന് പറഞ്ഞാൽ ഹുവ യഊദു എന്നാണ് അല്ലേ? ഫെയിലും ഫായിലും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ അതിലെ ദിയാലയത്തിന് ഖബറല്ലേ അതപ്പോ എന്താണ്? ലൈറ്റയുടെ ഖബറാണ്. അപ്പൊ ലൈറ്റയുടെ ഖബർ ഒരു ഒറ്റ പദം തന്നെ ആയിക്കണമെന്നില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ക്രിയയാണ്. ക്രിയ എന്ന് പറയുമ്പോൾ അതൊരു ജുംലയാണ്. അപ്പൊ ഒരു ജുംല അതിന്റെ ഖബറായിട്ട് വരും. അപ്പൊ ഖബറായിട്ട് വരുമ്പോൾ പിന്നെ അവിടെ ലമ്മല്ല നോക്കേണ്ടത്, പിന്നെ അവിടെ ക്രിയ. അപ്പൊ അതിന്റെ ഖബറായിട്ട് വന്നപ്പോഴത്തേക്ക് ലൈറ്റലി $1,000,000 എന്ന് പറഞ്ഞു. $1 million എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? പ്രൈസ് ആണെന്ന് പറഞ്ഞു അവിടെ. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഫേഡ് വന്നാൽ പിന്നെ ഫേഡും ഫാലും മഫൂലും അതുപോലുള്ള കാര്യങ്ങളാണ് പിന്നെ നോക്കേണ്ടത്. പിന്നെ ഖബറിന്റെ അടയാളം നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ യാലൈതനി കുന്തു തുറാബ, പിന്നെ കുന്തു വന്നു, തുറാബൻ വന്നു, പിന്നെ കുന്തു വേറെ ജുംലയാണ് വരുന്നത്. പിന്നെ കാനയുടെ ഇസ്മ് എന്തുണ്ട് അവിടെ? കുന്തിയിലുള്ള ആനയുണ്ട്. പിന്നെ തുറാബൻ കാനയുടെ ഖബർ കാനയുടെ ഖബർ. കാനയുടെ ഖബർ ആയതുകൊണ്ട് തുറാബിന് നസ്ബ് ചെയ്തു. ഓക്കെ, ഇവിടെ ലേറ്റ് വരുമ്പോ എന്ത് പറയും? ലേറ്റ ഹമിദൻ ഹയ്യുൻ എന്ന ഖബറിന് റഫ് വരണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ പഠിച്ചത്. ഉറപ്പുവരുത്താൻ പറഞ്ഞത് എല്ലാ നാമങ്ങൾക്കും ബേസിക്കലി റഫ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റഫ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഉണ്ട്, ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അസ്സാനി ഉത്ലത്തു സൈഫി ലാ തൻതഹി. ലൈത ലൈത ഉത്ലത സൈഫി ലാ തൻതഹി. എന്താർത്ഥം? സമ്മർ വെക്കേഷൻ ലാ തൻതഹി. ഇൻതഹ എന്താർത്ഥം? അവസാനിച്ച്. ലാ തൻതഹി അവസാനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. الثالث نحن أطفال. ലൈതനാ ليتنا أطفال. ليتنا أطفال. അപ്പൊ നഹ്നുടെ എന്ത് ചെയ്തു? ചേർന്ന് വരുമ്പോഴത്തേക്ക് അതാണ് അതിന്റെ ഇസ്മ്. അത്ഫാൽ ഖബർ. അന ഷാബുൻ. ഷാബുൻ, ഞാൻ യുവാവായിരുന്നു. എത്ര നന്നായിരുന്നു. ലീ ജനാഹാനി. ലൈതലി ജനാഹാൻ. ജനാഹാൻ എന്താണ്? രണ്ട് ചിറക്. വിങ്. വിങ് വിങ്. ബോർഡുകൾക്ക് ജനാഹ് എന്ന് പറയുന്നത്. അങ്ങനെയും പറയാം. വിങ് സെക്ഷൻ എന്ന അർത്ഥത്തിൽ. ജനാഹ നിങ്ങൾ ഖുറാനിൽ വായിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പോയത്. ജുനാഹായിട്ട് കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ടായിരുന്നു. ജനാഹ എന്ന് വന്നിട്ടുണ്ട് ഖുറാനില്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി. അപ്പോ ജനാഹാനി, ജനാഹൈനി, അതിന്റെ രണ്ട് ചിറകുകൾ എന്ന അർത്ഥത്തിലാണ് ജനാഹൈഹി എന്നത്. ജനാഹി ചിറകുകൾ, ചിറക്. ജനാഹാനി രണ്ട് ചിറക്. ലീ ലൈതലി ജനാഹാനി, എനിക്ക് രണ്ട് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. النجوم في متناول أيدينا. നമ്മളെ മുത്തനാവിൽ ഐദിയിലാണല്ലേ നജൂം.
ലൈറ്റ النجوم ലൈറ്റ നുജൂമ ഫീ മുതനാവലി ഐദീന. നമ്മളെ കയ്യെത്തുന്ന ദൂരത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കഴിക്കാന്നുള്ളതിന്റെ അർത്ഥമായിട്ട് മുതനാവലം എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യൽ, ഉപയോഗിക്കൽ. ഭക്ഷണം കഴിക്കലല്ല. തനാവൽ ഉപഭോഗവുമാകും. ഭക്ഷണം ഉപഭോഗം ചെയ്യുന്നു, അതിനാണ് മുത്തനാവില്. തനാവില് താം എന്ന് പറയുമ്പോഴാണ് ആ ഭക്ഷണത്തിന്റെ ഉപയോഗമാകുന്നത്. തനാവിന്റെ കൂടെ എന്തുണ്ടാവും, അതിന്റെ ഒന്നുമില്ല ഭക്ഷണം ഉണ്ടാകും, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ആ നേരത്തെ ഇത് പറയും. തനാവിലുള്ള അഷ, തനാവിലുള്ള ഫുത്തൂർ, അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയും. മുത്തനാവൽ, മുത്തനാവൽ എന്താ, എന്ത് രൂപമാണ്? തനാവലയുടെ ഇസ്മു മഫ്ഊലാണ്. അപ്പൊ കൈകാര്യം ചെയ്യപ്പെടുന്ന, പെടുന്ന എന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്താണ്? ഇസ്മു മഫ്ഊല് ഇസ്മു മക്കാന്റെ സ്ഥാനത്താണ് വന്നിരുന്നത്. ഈ മുത്തനാവലി ഐദീന, നമ്മളെ കൈകാര്യം ചെയ്യുന്ന, നമ്മളെ കൈയെത്തുന്ന ദൂരത്ത് ആയിരുന്നെങ്കിൽ, ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി അടുത്തത് മുന്തഖില മൗളൂഇൻ ആഖർ, മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. തംരീൻ സാമിന, തംരീൻ സാമിൻ, 8ാമത്തെ എക്സസൈസ്. ലാ ദാഇയ ലിൽ ഖൗഫ് എന്ന് പാഠത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ലാ ദാഇയ ലിൽ ഖൗഫ്. നമ്മൾ എന്താ പറഞ്ഞത്? ഡോണ്ട് വറി, നോ നീഡ് ടു ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ടതില്ല. എന്തിനാ അത് ഉപയോഗിച്ചത് ഇവിടെ? ലാ ദാഇയ. ലാ ദാഇയ എന്ന് പറഞ്ഞാൽ എന്ത് ഉപയോഗമാണ്, എന്ത് പ്രയോഗമാണ്? നഹിയല്ല, നഫി. നഹിയുൽ ജിൻസ്. നഹ എന്ന് പറഞ്ഞാൽ വിലക്കി, നഹിയുൻ വിലക്ക്. നഫ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കി, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ നാഫിയ എന്നാണ്. നാഫിയത്തിൽ ജിൻസ് എഴുതിയിട്ടുണ്ട്, വർഗത്തെ നിഷേധിക്കുന്നത്. വ്യത്യാസം പറയാം. നഹ വിലക്കി, ഫോർബിഡ്, അല്ലെങ്കിൽ എന്താ പറയാ, വിരോധിച്ചു. നാഫിയത്തിൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയൽ. നഹ എന്ന് പറഞ്ഞാൽ ഓർഡറിന്റെ ഓപ്പോസിറ്റ്. അമ്ര നഹി, അമറ ഓർഡർ ചെയ്തു, നഹ വിലക്കി. അപ്പൊ എന്താണ്? ലാ തഫ്അൽ എന്ന് പറയുന്നത് എന്താണ്? ലാ തഫ്അൽ എന്ന് പറഞ്ഞാൽ നീ ചെയ്യരുത്. അപ്പൊ അത് എന്താണ്? നഹിയാണ്. നഹ വിലക്കി. ഇഫ്അൽ എന്ന് പറയുന്നത് ഓർഡറാണ്, കൽപ്പന. അപ്പൊ കൽപ്പനയുടെ ഓപ്പോസിറ്റ് ആണ് നഹി. അതേസമയം ലാ അഖൂലു എന്ന് പറഞ്ഞപ്പോ എന്തായി? ഞാൻ പറയുകയില്ല. അതെന്താ? നഫിയാണ്. മാ ഇന്ദി നുഖൂദിൻ, എന്റെ അടുക്കൽ പണമില്ല. മാ ഇന്ദി ഫുലൂസിൻ, എന്റെ അടുക്കൽ പൈസ ഇല്ല. ഫുലൂസ് പൈസ. അപ്പൊ അതൊക്കെ എന്താണ്? നഫിയാണ്. ഇവിടെ എന്താണ്? നഫിയുൽ ജിൻസ്, വർഗത്തെ നിഷേധിക്കുന്ന ല. നമ്മൾ ഗ്രാമർ പഠിച്ചു തുടങ്ങിയത് അവിടെ നിന്നാണ്. ലാ ദാഇയ. ദാഇയ, ദാഇ എന്ന് പറഞ്ഞാണ് ആ വാക്കിന് അതിന്റെ മാവി എന്താണ്? അതിന്റെ കർത്താവ് എന്താ? അതിന്റെ കർത്താവ് ദാഇൻ എന്നാണ്. ദാഇൻ. അപ്പോ ആ കർത്താവ് നമ്മളെപ്പോഴാണ് ദാഇൻ എന്ന് പറയുന്നത്? ദാഇയുടെ കർത്താവിന് നമ്മളെപ്പോഴാണ് ദാഇൻ എന്ന് പറയുന്നത്? അതിന് നെസ്ബ് വരുമ്പോ എന്താവും? ദാഇയ. പോയ അക്ഷരം തിരിച്ചു വരും.
ദാഇയ ദാഇയ. അപ്പോ ഇവിടെ നഫിയിൽ ജിൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ഫത്ത കൊടുക്കണം. ലാ ഇലാഹ ലാ റജുല, അങ്ങനെ നെസ്ബ് കൊടുത്തപ്പോഴാണ് എന്ത് വന്നത്? ലാ ദാഇയ എന്നത്. ലിൽ ഖൗഫ്, ഭയത്തിന് ക്ഷണിക്കുന്നവനില്ല, ക്ഷണിക്കുന്നവൻ ഒരുത്തനും തന്നെ ഇല്ല. ഭയത്തിന് ക്ഷണിക്കുന്ന ഒരുത്തനും തന്നെ ഇല്ല. അതുപോലാണ് ലാ ദാഇയ ലിൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ വന്നിരിക്കുന്നത് ദാഇ എന്നതിനെ എന്ത് ചെയ്യാണ്? നഫിയിൽ ജിൻസ് വർഗത്തിൽ നിഷേധിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പദപ്രയോഗം. ജിൻസ്, ഇതെന്താണ്? വർഗത്തെ നിഷേധിക്കുന്ന ലായാണ്. യുബ്ന ഇസ്മുഹ. ഇവിടെ ഗ്രാമറിന്റെ പ്രയോഗമാണ് പറയുന്നത്. നമ്മൾ പഠിച്ചതെല്ലാം എന്താണ്? നമ്മൾ പഠിച്ചത് എളുപ്പത്തിൽ മനസ്സിലാകുന്ന, അതിനെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ പേര് പറഞ്ഞു പഠിച്ചത്. അല്ലെങ്കിൽ അതിന്റെ ഔപചാരികമായ പേരല്ല, ഗ്രാമറ്റിക്കൽ ടെക്നിക്കൽ വാക്കും പ്രയോഗങ്ങളൊന്നും അല്ല നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്ത് പറയുന്നു? അതിന്റെ ഗ്രാമറ്റിക്കൽ യൂസേജ്, അതിന്റെ ഗ്രാമറ്റിക്കൽ പേരുകളൊക്കെയാണ് പറയുന്നത്. യുബ്ന ഇസ്മുഹ. അപ്പൊ ലാ എന്ന് പറഞ്ഞതിന്റെ പിന്നീട് നമ്മൾ നേരത്തെ ലെയ്ത്ത പറഞ്ഞപ്പോൾ ലെയ്ത്തയുടെ ഇസ്മാണെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ലാ ജിൻസിന്റെ ലാ, നഫിയിൽ ജിൻസിന്റെ ലാ വന്നാൽ അതിന്റെ ശേഷം വരുന്ന പദത്തിന് അതിന്റെ ഇസ്മ എന്നാണ് പറയുന്നത്. അപ്പൊ യുബ്ന ഇസ്മുഹ, അതിന്റെ ഇസ്മിന് എന്ത് ചെയ്യണം? എന്താക്കപ്പെടും? യുബ്ന മബിനിയാക്കപ്പെടും. അബിനി എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യം മാറാത്തത്, അന്ത്യം മാറാത്തതാക്കപ്പെടും അതിനെ. അലാമ യുൻസബു ബിഹി, അത് നസ്ബാക്കപ്പെട്ടതിനാൽ, നസ്ബാക്കപ്പെട്ട അവസ്ഥയിൽ. അലാമ യുൻസബു ബിഹി, അത് നസ്ബ് ആക്കപ്പെട്ട നിലയിൽ മബിനിയായിരിക്കും, പിന്നീട് അത് മാറുമെന്നാണ്. അങ്ങനെയാണ് ഗ്രാമറിലെ പറച്ചിൽ. وذلك إذا كان مفردا أي غير مضاف. അതെപ്പോഴാണ്? إذا كان مفردا, അത് ഒറ്റപ്പദമായിരിക്കുമ്പോൾ. അത് ഇവിടെ ഏകവചനം എന്നല്ല എന്റെ അർത്ഥം, ഒറ്റപ്പദമായിരിക്കുമ്പോൾ. ഐ ഗൈറ മുദാഫിൻ. ഈ മുഫ്രദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഐ, അതായത് ഗൈറ മുദാഫിൻ, മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടാത്ത നിലയിൽ. ഇളാഫത്ത് ചെയ്യപ്പെടാത്ത നിലയിൽ. ഉദാഹരണം, കിതാബ് അങ്ങോട്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം പഠിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, 4 കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് വേറൊന്നും ചേരാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇളാഫത്ത് വരുമ്പോ അതിനോട് ചേരലായി പോവും. ലാ കിതാബ് അല്ലാഹി എന്ന് പറയാൻ പറ്റില്ല. അതിനോട് ഇളാഫത്ത് ചെയ്യപ്പെടാത്ത നിലയിലാണ് വരിക. അപ്പൊ അൽ ഹംസ്, മിസാൽ അൽ ഹംസ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ആ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ലാ റൈബ ഫീഹി, അപ്പൊ എന്താണ്? നഫീൽ ജിൻസാണ്. റൈബിന്റെ ഇനത്തിൽപ്പെട്ട യാതൊന്നും തന്നെ ഇല്ല. സംശയത്തിന് ഇനത്തിൽപ്പെട്ട യാതൊന്നും തന്നെ ഇല്ല. മിസാല് ബ, ഉദാഹരണം ബി, ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. കാര്യങ്ങളെല്ലാം പര്യവസാനം അള്ളാഹ് എടുക്കാം. ഇവിടെ പ്രബോധനം മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ ഒന്നും നിർബന്ധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു നിർബന്ധവുമില്ല. ഇക്റാഹ്, അക്റഹ യുക്രിഹു, ഇക്റാഹ് നിർബന്ധിച്ച്. ജീം, എക്സസൈസ് സി, എക്സാമ്പിൾ സി,
وفي الحديث لا صلاة بعد الغداة حتى تطلع الشمس ولا صلاة بعد العصر حتى تغرب الشمس. وفي الحديث ഹദീസിൽ വന്നിട്ടുണ്ട്, ഹദീസിലുണ്ട് ലാ സ്വലാത്ത ബഅദൽ ഗദാത്തി, ഗദാത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതില്ല, സ്വലാത്തില്ല. അതായത് ഫജ്ർ കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരമില്ല. ലാ സ്വലാത്ത. അപ്പൊ എന്താ, വർഗത്തെ നിഷേധിക്കുന്ന എല്ലാ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ സ്വലാത്തിന് നസ്ബാണ്, നസ്ബുൽ മബ്നിയാണ്, അതിനുശേഷം വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് ഏകവചനമാണ്. അത് ഏകവചനമാണ്. അതിന്റെ കൂടെ ഒന്നും ചേർന്ന് വന്നിട്ടില്ല. ബഅദൽ ഗദാത്തി, പ്രഭാതത്തിന് ശേഷം. ഹത്താ തത്ലുഅ ശംസു, പറഞ്ഞാൽ ഫജ്റിന് ശേഷം കേട്ടോ. ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് ഹദീസിലുള്ളതാണ്. വലാ സ്വലാത്ത ബഅദൽ അസ്രി, അസ്റിന് ശേഷവും സ്വലാത്തില്ല. ഹത്താ തഗ്റുബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. തഗ്റുബ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാര്യം എന്താണ്? ശംസ് സ്ത്രീലിംഗമാണ്. ശംസ് കുവ്വിറത്ത്, ശംസി വളുഹാ, ഹാ ഉപയോഗിച്ചത് ശംസിനെ ഉദ്ദേശിച്ചിട്ട സ്ത്രീലിംഗം. അപ്പൊ ഈ ഭാഗങ്ങളിൽ ലാ സ്വലാത്തു എന്ന് പറയാൻ പറ്റൂല അല്ലെ? ലാ സ്വലാത്തു എന്ന് പറഞ്ഞാല് വർഗത്തെ നിഷേധിക്കുന്ന ലായായില്ല. വർഗത്തെ നിഷേധിക്കുന്ന ലായാണെങ്കിൽ എന്താവും? ലാ സ്വലാത്ത. കവ്വിൻ ജുമലൻ മിനൽ കലിമാത്തിൽ ആത്തിയ മുസ്തഅമിലൻ ലൻ നാഫിയത ലിൽ ജിൻസ്. ലൻ നാഫിയത ലിൽ ജിൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? കവ്വിൻ, ക്രിയേറ്റ് സെന്റൻസസ്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹാദ ദവാഉ ലാ ദററ ഫീഹി. ഇവിടെ ലററൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ലററൻ എന്താണ്? ബുദ്ധിമുട്ട്. ലാ ദററ ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു ഡേഞ്ചറും ഇല്ലാന്ന്. അസാനി, ഉദാഹരണം എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഹാദിഹിൽ മജല്ലത്തു ഫായിദത്തുൻ, പ്രയോജനം. ലാ ഫായിദത്ത ഫീഹാ. മജല്ലത്ത് സീലിംഗ് ആയതുകൊണ്ട് ഫീഹാ ഇവിടെ ഹാദിഹി വെച്ചിട്ടുണ്ട്. അസാലിസ് ഹാദിഹിൽ മസ്അലത്തു, മസ്അല എന്താണ്? ഈ വിഷയം അല്ലെങ്കിൽ ഈ ചോദ്യം, സുആല്, മസ്അലത്ത് എന്ന് പറയുമ്പോൾ മസ്അല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ മസ്അലയാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസ്പ്യൂട്ടഡ് ഇഷ്യൂ, ഈ വിഷയം, ഈ സബ്ജക്ട് എന്ന അർത്ഥത്തിലൊക്കെയാണ് മസ്അല പറയുക. ഹാദിഹിൽ മസ്അലത്തു ലാ ഖിലാഫ ഫീഹാ. ലാ ഖിലാഫ ഫീഹാ. ലാ ഖിലാഫ ഫീഹ, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അർറാബിഅ ഹാജത്തുൻ ഇലൽ കറാസിയിൽ ആന. ലാ ഹാജത ഇലൽ കറാസിയിൽ ആന. കറാസി എന്താ? കറാസി കസേരകൾ. കസേരകൾ. കുർസിയുടെ ബഹുവചനം കറാസി. ലാ ഹാജത ഇലൽ കറാസിയിൽ ആന, ഇപ്പോൾ കസേരയുടെ ആവശ്യമൊന്നുമില്ല. അവരവരുടെ വീടുകളിൽ കസേര ഇരുന്നോളൂ. ലാ ഹാജത ഇലൽ കറാസിയിൽ ആന. അൽ ഖാമിസ് മിൽഹൻ. മിൽഹൻ എന്താണ്? ഉപ്പ്. മിൽഹൻ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ അവര് അന്തം വിട്ടു കേട്ടാ. ഡോക്ടർ എന്താ ചോദിക്കാ ഷോപ്പില്? മല്ല്.
അപ്പൊ ഹായൊക്കെ ഉച്ചരിക്കുന്ന പാടാണ്. അതുകൊണ്ട് ഒരു ലായും കിട്ടുള്ളൂ, ശബ്ദത്തിലാണ്. പിന്നെ മീമിന് ഫത്ത ഇടും. അതിന്റെ കമ്മിൽഹൻ എന്നൊക്കെ ചോദിച്ചാല് ചുവപ്പുകാരൻ അറബിയാണെങ്കിൽ കൃത്യമായിട്ട് എടുത്തു തരും. അറബി അല്ലാത്തവരാണെങ്കിൽ അവൻ പാടുള്ളൂ. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? ഈ ലാ മിൽഹ ഫീഹി. ലാ മിൽഹ ഫീ ഹാദ തആമി. അങ്ങനെ പൂരിപ്പിക്കേണ്ട തുടക്കത്തിലാണ്. ലാ മിൽഹ ഫീ ഹാദ തആമി. ഈ ഭക്ഷണത്തിൽ ഉപ്പ് ഒട്ടും തന്നെ ഇല്ല. അതൊരു വർഗമാണ്. ഇതൊരു വർഗമാണോ? ഒരു വർഗമായിട്ട് പറയാൻ പറ്റും. അല്ല, വർഗം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഇവിടെ ഉപ്പിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപ്പിന്റെ ഒരു ഭക്ഷണത്തിൽ ഒട്ടും തന്നെ ഉപ്പില്ല. വർഗത്തെ നിഷേധിക്കുന്നത് പറഞ്ഞാൽ ആ ഇനത്തിൽപ്പെട്ട ഒന്നുമില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാല് ഉപ്പിന്റെ വർഗം എന്നല്ല പറഞ്ഞിട്ടായിരുന്നു. ഉപ്പിന്റെ ഒരംശവും ഇല്ല. ഹാജത്തെ ഇലൽ കറാസി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കസേരയും വേണ്ടെന്ന്. കസേരയുടെ ഒരാവശ്യവും ഇല്ലെന്ന്. ഹാജത്താണ്. ഹാജത്തെ നിഷേധിക്കുന്നത്. അപ്പൊ ഹാജത്ത് ഒരു വർഗമാണോ? കസേരയുടെ ഒരാവശ്യവും ഇല്ല. അതേപോലെ ഈ ഭക്ഷണത്തിൽ ഒട്ടും ഉപ്പില്ല. السادس لهذا الطالب في الجامعة مثيل ചേർത്ത് പറയണം. لا مثيل. لا مثيل لهذا الطالب هذا في الجامعة. مثيل എന്താണ്? തുല്യൻ. ഇവന് തുല്യനായി, ഈ ത്വാലിബിന് തുല്യനായി ജാമ്യയിൽ വേറെ ആരും തന്നെ ഇല്ല. ലാ മസീല യുണീക്ക് ആണെന്നർത്ഥം. തുല്യനായി ഇവന് തുല്യനായി ഒന്നും തന്നെ ഇല്ല. ലാ മസീല തുല്യതനായി ആരും തന്നെ ഇല്ല. നമ്മുടെ ഖിലാഫ് എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസമല്ലേ? അതും അഭിപ്രായ വ്യത്യാസം. ലാ ഖിലാഫ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അഭിപ്രായ വ്യത്യാസമില്ല. അതും ഇഖ്തിലാഫും തമ്മിൽ എങ്ങനെ വ്യത്യാസം? ഇഖ്തിലാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഖിലാഫ് വ്യത്യാസം, ഇഖ്തിലാഫ് അക്ഷരം കൂടുമ്പോൾ എന്താവും? ഇന്റൻസിറ്റി വർദ്ധിക്കും. ഒരേ അർത്ഥമാണ്. അക്ഷരം കൂടുതലാണെങ്കിൽ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഇനങ്ങൾ, അതിന്റെ വിശദീകരണ സ്പെസിഫിക്കേഷൻ ഒക്കെ വർദ്ധിക്കും. അല്ല, ഇഖ്തിലാഫ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പഠിച്ചല്ലേ. അവിടെ ഹംസും തായും ഉള്ളതാണ്, അധികം ഉള്ളതാണ്. ഓക്കെ. തഅമ്മൽ മിസാല സുമ്മ അക്മിൽ നാഖിസ്. നാഖിസ് എന്താ? വിട്ട ഭാഗം പൂരിപ്പിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നാഖിസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയതെന്നാണ്. നഖസ കുറഞ്ഞു. തഅമ്മൽ മിസാൽ എക്സസൈസ് നന്നായിട്ട്, ഉദാഹരണം നന്നായിട്ട് ശ്രദ്ധിച്ചു വായിക്കുക. സുമ്മ അക്മിൽ നാഖിസ്, പിന്നീട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇയ്യാക വൽ കദിബ. അപ്പൊ നമ്മള് എന്താ പറഞ്ഞിരുന്നത്? അതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് ഇയ്യാക്ക ഉപയോഗിച്ചിട്ടൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ. ഇയ്യാക്ക വന്നൗമ ഫിൽ ഫസ്ൽ പറഞ്ഞില്ലേ? നീ ക്ലാസ്സിൽ ഉറങ്ങുന്നതിനെ സൂക്ഷിച്ചോ. ടേക്ക് കെയർ, ബിവെയർ, ടേക്ക് കെയർ എന്നൊക്കെ അറിഞ്ഞതില് ഇയ്യാക്ക ഉപയോഗിച്ചത്. അങ്ങനെ വരുന്നിടത്ത് അതിന്റെ ജവാബിൽ എന്തുണ്ടാകും? എന്തിനെ കുറിച്ചാണോ സൂക്ഷിക്കാൻ പറഞ്ഞത് അതിന്റെ കൂടെ എന്തുണ്ടാകും? വാവ് ഉണ്ടാകും എന്നതാണ് സാധാരണഗതിയിലുള്ള അവസ്ഥ. തുഹ്ദഫുൽ വാവു ഖബലൽ മസ്ദറിൽ മുഅവ്വലി. മസ്ദറുൽ മുഅവ്വലിന് മുമ്പ് എന്ത് ചെയ്യും? വാവ് ഒഴിവാക്കപ്പെടും.
എന്താണ് മസ്ദർ മുഅവ്വൽ എന്ന് പറഞ്ഞാല് മുമ്പൊരിക്കൽ പറഞ്ഞു നമ്മള് അൻ ചേർന്ന് വരുന്ന ക്രിയ. ഇപ്പോ കദിബ് എന്ന് പകരം അൻത കിദിബ, ഇയാക്ക വൽ കദിബ്. ഇയാക്ക വൽ കദിബ് എന്ന് പറഞ്ഞാൽ നീ കളവിന് സൂക്ഷിക്കുക. കളവ് പറയുന്നതിനെ സൂക്ഷിക്കുക. അപ്പൊ അതിന് പകരമാണ് അൻത കിദിബ. അൻത കിദിബ എന്ന് പറയുന്നത് എന്താണ്? കദബ യക്ദിബുവിന്റെ ക്രിയാധാതുവാണല്ലോ, മസ്ദറാണല്ലോ കദിബ്. കദിബിന് പകരം എന്ത് ചെയ്യുക? അൻ ചേർന്ന ക്രിയാരൂപം ഉപയോഗിക്കുക. അതാണ് മസ്ദറുൽ മുഅവ്വൽ. മുഅവ്വൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവ്വല യുഅവ്വിലു, വ്യാഖ്യാനിക്കുക. തഅ്വീൽ, വ്യാഖ്യാനം. നമ്മൾ പഠിച്ച വാക്കാണ് ആൽ ഇംറാനിൽ. വലാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. ഇയ്യയുടെ ഫോമുകൾ എന്തൊക്കെയാ വരിക? ഇയ്യയുടെ ഫോം അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇയ്യയുടെ കൂടെ സർവനാമം ചേർന്നാണ് വരിക. എന്താ പറയാ, അമീറിനെ ചേർക്കാൻ വേണ്ടി ഒരു സീറ്റാണ് ഇയ്യ. അത് നമ്മൾ ഇയ്യാക്ക നഅ്ബുദു പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇയ്യ എന്താണ്? ഇവിടെ ഇയ്യ ഉപയോഗിച്ചിട്ട് പറയുന്നത് ടേക്ക് കെയർ, ബിവെയർ, സൂക്ഷിക്കുക എന്ന പ്രയോഗമാണ്. അപ്പൊ ഇയ്യയുടെ കൂടെ സർവനാമം ഉണ്ടാവും. ആ സർവനാമത്തെ കുറിച്ചാണ് പറയുന്നത്. ഇയ്യാക്ക, നീ സൂക്ഷിക്കുക. ഒരു കമാൻഡാണോ? അത് ഒരു അമ്രാണോ? തൊലബാണ്, അതൊരു റിക്വസ്റ്റ് ആണ്. പക്ഷെ എന്താണ്? അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തായാലും പറയാ ഉണർത്തലാണ്. മുന്നറിയിപ്പാണ്. ഇതിപ്പം ഇയ്യാക്ക വാ ഉപയോഗിക്കുന്ന എന്താണ്? അതൊരു പ്രയോഗമാണ്. അപ്പോ വായ്ക്ക് ശേഷം എന്താണ് വരിക? അത് ക്രിയാധാതുവായിരിക്കും വരിക. ആ ക്രിയാധാതുവിന് പകരം എന്ത് ചെയ്യും? അൻ ചേർന്ന വാക്ക് ഉപയോഗിക്കും. അൻ ചേർന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വാവ് ഒഴിവാക്കും. ഓക്കെ, നമുക്കത് അടുത്ത ക്ലാസ്സിൽ വായിക്കാൻ പറ്റും. ഓക്കെ, അവിടെ തുടങ്ങി വെച്ചിരുന്നു, അവിടെ ഇരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. കൂടുതൽ പഠിക്കാനും ഗ്രഹിക്കാനും ഉൾക്കാഴ്ചയോടും അവബോധത്തോടും കൂടി ഖുർആൻ പഠിക്കാനും, അങ്ങനെ പ്രവിശാലമായി കിടക്കുന്ന ഇസ്ലാമിക വിജ്ഞാനീയത്തിലേക്ക് ഊളിയിട്ട് വിജ്ഞാനം കരസ്ഥമാക്കാനും, കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാന സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ, അതില്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് ദോഷം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. ഇന്ത്യൻ സമൂഹത്തിന് തന്നെ മൊത്തത്തിലുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും. അടിസ്ഥാന സ്രോതസ്സിൽ നിന്നല്ല നമ്മൾ വിജ്ഞാനം കരസ്ഥമാക്കുന്നത്. നമ്മൾ അടിസ്ഥാന സ്രോതസ്സിൽ നിന്നും പഠിച്ചിട്ട് പിന്നെ നമുക്കത് നികഴ്ത്താൻ പറ്റില്ല, പക്ഷെ പുകഴ്ത്താനും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ പശ്ചാത്തലത്തെ. നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പശ്ചാത്തലത്തെ ഇകഴ്ത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരൊരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പബ്ലിക്കിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അത് നേർക്ക് നേരെ വിശദമായി പറയാൻ പറ്റും. അതേസമയം നമ്മൾ അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇതിന്റെ ഒറിജിനൽ അടിസ്ഥാന സ്രോതസ്സിൽ നിന്നും ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പണിംഗ് കിട്ടും. അങ്ങനെ വരുമ്പോൾ സമൂഹം ആ നിലയിൽ പുരോഗതി പ്രാപിച്ചു വന്നാൽ ഇവിടെയുള്ള പണ്ഡിതന്മാർക്കും എളുപ്പമായ കാര്യങ്ങൾ എളുപ്പമായി തീരും. മൊത്തത്തിൽ ഒരു വലിയ മാറ്റം തന്നെ അറബി ഭാഷ, അറബി വിജ്ഞാനീയത്തിലൂടെ ഉണ്ടായിത്തീരും. അള്ളാഹ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇവിടെയും പുറത്തും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹ് ദൂരീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവരെയും സഹോദരന്മാരെ കാണാനും എല്ലാ മനുഷ്യരുടെയും പ്രയാസങ്ങൾ ഒരേപോലെ കാണാനും വിവേചനരഹിതമായി മനുഷ്യരുടെ പ്രയാസങ്ങൾ കൈകാര്യം ചെയ്യാനും അള്ളാഹ് നമുക്ക് ഉൾക്കാഴ്ചയും അവബോധവും നൽകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله عليكم وبركاته. السلام ورحمة الله وبركاته. السلام.